ഓഡീഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാത്തവർ വീണ്ടും സിനിമയിലേക്ക് ചാൻസ് ചോദിച്ചാൽ കൂടെ കിടക്കാമോ എന്ന് തന്നെയായിരിക്കും പലരും ചോദിക്കുകയെന്ന് നടി മാല പാർവതി. നടി ഹന്ന റെജി കോശിയോട് അടുത്തിടെ ഒരു അഭിമുഖത്തിനിടെ എത്ര പേരുടെ കൂടെ കിടന്നിട്ടാണ് അവസരം കിട്ടിയത് എന്ന് ഒരു അവതാരക ചോദിച്ചത് വിവാദമായിരുന്നു. ഈ വിഷയത്തിൽ പ്രതികരിച്ചാണ് മാല പാർവതി പറയുന്നത്. മോഹൻലാൽ, ശ്രീവിദ്യ എന്നിവരുടെയൊക്കെ അഭിമുഖങ്ങൾ താനും എടുത്തിട്ടുണ്ട്. അന്ന് ക്ലിക്ക് ബൈറ്റ് ഇല്ലായിരുന്നു. ഇത്തരം ചോദ്യം ചോദിക്കുന്നവരുടെ പ്രതിഫലം എത്രയായിരിക്കുമെന്ന് ഊഹിക്കാം. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ കൂടെ കിടന്നിട്ടാണോ സിനിമ കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ വേണം ഇനി ഇൻ്റർവ്യൂ എടുക്കാൻ എന്ന് ഞാനും പഠിക്കുകയാണ്. അവരെ തിരുത്താൻ പോയിട്ട് കാര്യമില്ല, ഇതാണല്ലേ ട്രെൻഡ് എന്ന് പറയേണ്ടി വരും. പിന്നെ ആ കുട്ടി ഇൻ്റർവ്യൂവിന് ശേഷം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. താൻ പലയിടത്ത് പോയപ്പോഴും കൂടെ കിടക്കാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ എന്ന്. അത് 100% ശരിയായ കാര്യമാണ്. നമുക്ക് ആ പണി അറിയണം. ഇല്ലെങ്കിൽ കൂടെ കിടക്കാമോ എന്ന് ആളുകൾ ചോദിക്കും. നമ്മളൊരു ഓഡീഷന് പങ്കെടുത്തിട്ട് ആവറേജ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചതെന്ന് വിചാരിക്കുക. എന്നിട്ടും വീണ്ടും ആ സിനിമയിലേക്ക് ചാൻസ് തരുമോ എന്ന് ചോദിച്ചാൽ കൂടെ കിടക്കാമോ എന്ന് തന്നെയായിരിക്കും പലരും ചോദിക്കുക. അഭിനയിക്കണമെന്നത് നമ്മുടെ ആവശ്യമാണ്. അത് നടക്കണമെങ്കിൽ കൂടെ കിടക്കണമെന്ന് ആളുകൾ പറയും. കാരണം അവർക്കതുകൊണ്ട് മാത്രമേ അവരെ കൊണ്ടുള്ള ഉപകാരമുള്ളൂ. സിനിമയിൽ നമ്മൾ സംവിധായകൻ്റെ ആവശ്യമായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മളെ വിളിക്കുകയുള്ളൂ. നമ്മുടെ സ്കിൽ എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുകയാണ് ശരിക്കും വേണ്ടത് എന്നാണ് മാല പാർവതി പറയുന്നത്.